ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 6-ലെ റൺവേ ഡിസൈൻ എന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൺവേ ഓറിയന്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ അല്ലെങ്കിൽ യൂസിങ് വിൻഡ്രോസ് ഡയഗ്രാം ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂവിങ് ഓൺ ടു റൺവേ ഡിസൈനിലോട്ട് കിടക്കുമ്പം ആദ്യമേ നമുക്ക് അറിയേണ്ട ഒരു ടേമാണ് ബേസിക് റൺവേ ലെന്ത്. എന്താണ് ബേസിക് റൺവേ ലെന്ത്? അത് ജസ്റ്റ് ഇറ്റ് ഇസ് ദി ലെന്ത് ഓഫ് ദി റൺവേ അണ്ടർ ദി ഫോളോയിങ് അസ്യൂംഡ് കണ്ടീഷൻസ് അറ്റ് ദി എയർപോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും പറയാൻ പോകുന്ന കുറച്ച് കണ്ടീഷൻസിന്റെ ആ ഒരു ടൈമിൽ റൺവേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ആ റൺവേയുടെ ആ ലെന്തിനെയാണ് നമ്മൾ ബേസിക് റൺവേ ലെന്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഒന്ന് എയർപോർട്ടിന്റെ ഓൾട്ടിറ്റ്യൂഡ് സീ ലെവലിൽ അടുത്താണ്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാൻഡേർഡ് ആയിരിക്കും 50°C ആയിരിക്കും, റൺവേ എന്ന് പറയുന്നത് ഫുള്ളി ലെവൽഡ് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ മൊത്തത്തിൽ ലെവൽഡ് ആണെന്നും അവിടെ വിൻഡ് ബ്ലോ ചെയ്യുന്നില്ല, എയർക്രാഫ്റ്റ് എന്താണ് മൊത്തത്തിൽ ഫുള്ളി ലോഡഡ് കപ്പാസിറ്റിയിലായിരിക്കും. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന എൻ റൂട്ട് എന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന വഴിക്ക് വിൻഡ് ഒന്നും ബ്ലോ ചെയ്യുന്നില്ല, എൻ റൂട്ട് ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് ആണ്. ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസിന്റെ ബേസിസിൽ നമ്മൾ പറയുന്ന റൺവേയുടെ ലെന്തിനെയാണ് ബേസിക് റൺവേ ലെന്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ബേസിക് റൺവേ ലെന്ത് എന്ന് പറയുന്നത് ആയിരിക്കില്ല നമ്മൾ ശരിക്കും ഒരു പ്രാക്ടിക്കൽ കേസിൽ ഒരു എയർപോർട്ടിൽ കൊടുക്കുന്ന റൺവേയുടെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത്. അതിൽ നല്ല വേരിയേഷൻസ് വരും. കാര്യം നമ്മൾ കുറച്ച് കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെ പോയാലും ഈ ബേസിക് റൺവേ ലെന്തിൽ ഒരു ചെറിയൊരു ഇൻക്രീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ബേസിക് റൺവേ ലെന്ത് അപ്പം എങ്ങനെയാണ് ജസ്റ്റ് ഒരു ചെറിയൊരു അല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് റൺവേ ലെന്ത് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ബേസിക് റൺവേ ലെന്ത് ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ദി പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എയർക്രാഫ്റ്റ് യൂസിങ് ദി എയർപോർട്ട്. ഓക്കെ, ദ ഫോളോയിങ് കേസസ് ആണ് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് കേസ് നോർമൽ ലാൻഡിങ് കേസ്. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ലാൻഡിങ് കേസിൽ വേണ്ടി വരുന്ന എന്താണ് റൺവേയുടെ ലെന്ത്. അടുത്തത് നോർമൽ ടേക്ക് ഓഫ് കേസ്. ടേക്ക് ഓഫ് കേസിൽ വേണ്ടി വരുന്ന റൺവേയുടെ ലെന്ത്. അതേപോലെ തന്നെ ഒന്നാണ് എൻജിൻ ഫെയിലിയർ കേസ്. ഇൻ കേസ് നമ്മളിപ്പം ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും പൈലറ്റ് അറിയുന്നത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പം എന്താണ് അത് സ്റ്റോപ്പ് ചെയ്യണം അല്ലെ, എൻജിൻ ഫെയിലിയർ ഉണ്ടായി, അപ്പം അത് എന്താണ് എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം, ഉടനെ തന്നെ എമർജൻസിയിൽ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം അതിനും ആ പറയുന്ന കേസിനും നമ്മൾ റൺവേയുടെ ബേസിക് ലെന്ത് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം ഈ മൂന്ന് കേസസിൽ വെച്ചിട്ടാണ് നമ്മൾ റൺവേ ബേസിക് ലെന്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫോർ ജെറ്റ് എൻജിൻ എയർക്രാഫ്റ്റിന് ഈ മൂന്ന് കേസും നമ്മൾ കൺസിഡർ ചെയ്യണം. പിസ്റ്റൺ എൻജിൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് കേസും തേർഡ് കേസുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഏത് കേസ് ചെയ്യുമ്പോഴാണ് ലോങ്ങസ്റ്റ് റൺവേ ലെന്ത് കിട്ടുന്നത് അതായിരിക്കും നമ്മൾ അവിടുത്തെ ബേസിക് റൺവേ ലെന്ത് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ലാൻഡിംഗ് കേസിനെ പറ്റി പറഞ്ഞാൽ ദ ലാൻഡിംഗ് കേസ് റിക്വേഴ്സ് ദാറ്റ് എയർക്രാഫ്റ്റ് ഷുഡ് കം ടു സ്റ്റോപ്പ് വിത്തിൻ 60% ഓഫ് ദി ലാൻഡിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഈ ഒരു പടത്തിൽ ഇതാണ് നമ്മുടെ റൺവേ എന്ന് വിചാരിക്കുക. ഇത് ഇത്രയെന്ന് പറയുന്നതാണല്ലോ ഇവിടുത്തെ ലാൻഡിംഗ് ഡിസ്റ്റൻസ്. അപ്പം ഈ നോർമൽ ലാൻഡിംഗ് കേസിൽ പറയുന്നത് ലാൻഡ് ചെയ്യാൻ വരുന്ന ഒരു എയർക്രാഫ്റ്റ് ഈ ലാൻഡിംഗ് ഡിസ്റ്റൻസിന്റെ 60%-നുള്ളിൽ തന്നെ എന്താണ് ലാൻഡ് ചെയ്യണം. ആ ഒരു കേസിൽ എങ്ങനെ ആയിരിക്കണം എന്താണ് നമ്മുടെ ബേസിക് റൺവേ ലെന്ത്, അതാണ് അവർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദ റൺവേ. അപ്പം അതേപോലെ തന്നെ ഈ എന്താണ് എൻറ്റയർ ലാൻഡിംഗ് ഡിസ്റ്റൻസിലും കൊടുക്കുന്ന പേയ്മെന്റിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫുൾ സ്ട്രെങ്ത് ആയിരിക്കണം. കാര്യം ഈ പറയുന്ന നല്ല സ്പീഡിൽ വരുന്ന ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റിനെ താങ്ങാനുള്ള ആ ഒരു കപ്പാസിറ്റി ആ പറയുന്ന റൺവേയുടെ പേയ്മെന്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നോർമൽ ലാൻഡിംഗ് കേസ് നമ്മൾ പറയുന്നത് സ്റ്റോപ്പ് ആകേണ്ടത് ഒരു വിത്തിൻ ദി 60% ഓഫ് ലാൻഡിംഗ് ഡിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു എന്താണ് ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിട്ടായിരിക്കും പൈലറ്റ് എന്താണ് ഈ ലാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, അപ്പം ആള് നോക്കുന്നതും റൺവേയുടെ ഒരു 60% ആകുമ്പോഴേക്കും എൻ്റെ എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ആകണം. ആ ഒരു ഇതിലായിരിക്കും അയാൾ ഇറക്കിക്കൊണ്ട് വരുന്നത്, ലാൻഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പം അതനുസരിച്ച് അവർ ബേസിക് റൺവേ ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് നോർമൽ ടേക്ക് ഓഫ് കേസ് എന്ന് വെച്ചാൽ ദ നോർമൽ ടേക്ക് ഓഫ് കേസ് റിക്വേഴ്സ് എ ക്ലിയർ വേ വിച്ച് ഈസ് ആൻ ഏരിയ ബിയോണ്ട് ദി റൺവേ ആൻഡ് ഈസ് ഇൻ അലൈൻമെന്റ് വിത്ത് ദി സെന്റർ ഓഫ് റൺവേ. ഓക്കെ, അപ്പം നോർമൽ ടേക്ക് ഓഫിന്റെ കേസിൽ നമ്മൾ നമ്മുടെ ഈ പറയുന്ന റൺവേ കൂടാതെ എക്സ്ട്രാ ഒരു സ്പേസും കൂടെ വേണം, എക്സ്ട്രാ ഒരു ഏരിയയും കൂടെ വേണം. അതിനെ നമ്മൾ ക്ലിയർ വേ എന്നാണ് പറയുന്നത്. അത് ഈ പറയുന്ന റൺവേയുടെ സെന്ററുമായിട്ട് അലൈൻമെന്റിലായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഫിഗർ കാണിക്കാം. ഇതാണ് റൺവേ എങ്കിൽ പ്ലാൻ വ്യൂ ആണ്. അതിന്റെ സെന്ററിനോട് അലൈൻ ആയിട്ട് തന്നെ നമ്മളൊരു ക്ലിയർ വേ കൊടുക്കും. ഓക്കെ, ഈ ഒരു സ്പേസ് ദ വിഡ്ത്ത് ഓഫ് ക്ലിയർ വേ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, ഇപ്പം മിനിമം 150 മീറ്റർ എങ്കിലും ആ ക്ലിയർ വേയുടെ വിഡ്ത്ത് കൊടുക്കണം. ആൻഡ് ഈസ് ഓൾസോ കെപ്റ്റ് ഫ്രീ ഫ്രം ഒബ്സ്ട്രക്ഷൻസ്, ഒന്നും കാണാൻ പാടില്ല ആ ഒരു പോർഷനിൽ. ഓക്കെ, അപ്പം ഈ ഒരു മാർക്കിങ്സ് ഒക്കെ ഒന്ന് നോക്കി, ഇതാണ് നമ്മുടെ റൺവേ എങ്കിൽ
ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ ഇപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു എയർക്രാഫ്റ്റ് ഇത് ടേക്ക് ഓഫ് ചെയ്ത് പോവാണ്. അപ്പം ഇത്രയും ദൂരം അവർ ഗ്രൗണ്ടിൽ കൂടെ തന്നെ ഇങ്ങനെ ആ ഒരു സ്പീഡിൽ വന്നു. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും അത് ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനെ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഇത് 115% ഓഫ് ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസിന്റെ 115% ആണ് ഇത്. ഓക്കെ, അടുത്തതാണ് ഡിസ്റ്റൻസ് ടു റീച്ച് 10.5 മീറ്റർ ഹൈറ്റ്. ഇനി ഈ ഒരു എയർക്രാഫ്റ്റ് ഇവിടുന്ന് ലിഫ്റ്റ് ആയ എയർക്രാഫ്റ്റ് ഒരു റൺവേയിൽ നിന്ന് ഒരു 10.5 മീറ്റർ ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇത് കൊണ്ട് ഈ ഒരു പോർഷൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് 115% ഓഫ് ഡിസ്റ്റൻസ് ടു 10.5 മീറ്റർ ഹൈറ്റ്. ഈ പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ 10.5 മീറ്റർ ഹൈറ്റ് എത്താൻ എടുത്ത ഡിസ്റ്റൻസ്, അതിന്റെ 115% ആണ് ഇത്രയും ഈ കാണിച്ചത്. അതിനെ നമുക്ക് ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇത് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷണൽ വ്യൂ ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നോർമൽ ടേക്ക് ഓഫ് കേസിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ അവിടുത്തെ ബേസിക് റൺവേ ലെന്ത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെല്ലാം കൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അടുത്തതാണ് എൻജിൻ ഫെയിലിയർ കേസ്. ആ കേസിൽ പറയുന്നത് ദ എൻജിൻ ഫെയിലിയർ കേസ് മേ റിക്വയർ ഐദർ എ ക്ലിയർ വേയോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് വേ എന്നൊരു ഏരിയ വേണ്ടി വരും. ഓക്കെ, ക്ലിയർ വേ നമ്മൾ തൊട്ട് മുന്നേ കണ്ടിരുന്നു. അപ്പം സ്റ്റോപ്പ് വേ എന്താന്ന് വെച്ചാൽ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഏരിയ ബിയോണ്ട് ദി റൺവേ ആൻഡ് സെൻട്രലി ലൊക്കേറ്റഡ് ഇൻ അലൈൻമെന്റ് വിത്ത് ദി സെന്റർ ഓഫ് റൺവേ. ഓക്കെ, അതും റൺവേ കഴിഞ്ഞിട്ടുള്ളൊരു പോർഷനാണ്. അപ്പം ഇതാണ് സ്റ്റോപ്പ് വേ, ഇത്രയും പോർഷൻ. അതും ഈ പറയുന്ന റൺവേയുടെ ഒരു അലൈൻമെന്റിലായിട്ട് തന്നെ സെൻട്രൽ അലൈൻമെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡീസലറേറ്റിംഗ് ഡ്യൂറിങ് ആൻഡ് അബോട്ടഡ് ടേക്ക് ഓഫ്. ഓക്കെ, അപ്പം ടേക്ക് ഓഫ് ചെയ്യാൻ വന്ന ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു. പക്ഷെ എന്തോ ഒരു പ്രശ്നം കാണും, നമ്മൾ ടേക്ക് ഓഫ് നിർത്തിവെച്ചു, എന്നിട്ട് ടെർമിനേറ്റ് ചെയ്തു. അപ്പം ആ വന്നുകൊണ്ടിരുന്ന എയർക്രാഫ്റ്റിന് സ്റ്റോപ്പ് ആകണം. അപ്പോൾ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് അതിന് വേണ്ടി വരും. ആ ഒരു പോർഷൻ, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റോപ്പ് വേ അല്ലെങ്കിൽ ക്ലിയർ വേ എന്നൊരു പോർഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ദ സ്ട്രെങ്ത് ഓഫ് സ്റ്റോപ്പ് വേ പേയ്മെന്റ് എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആയിരിക്കണം. കാര്യം വെയിറ്റ് ഓഫ് ദി എയർക്രാഫ്റ്റിനെ ക്യാരി ചെയ്യാൻ പറ്റണം. കാര്യം അതില്ലാതെ യാതൊരു രീതിയിലുള്ള സ്ട്രക്ചറൽ ഫെയിലിയർ അവിടെ ഉണ്ടാകാൻ പാടില്ല. കാര്യം എന്താണ്, നല്ലൊരു സ്പീഡിലായിരിക്കും ഈ എയർക്രാഫ്റ്റ് വരുന്നത്. അപ്പോൾ അതിനെ താങ്ങാണെങ്കിൽ അത്രയും ആ ഒരു സ്ട്രെങ്ത് ആ ഒരു പേയ്മെന്റിന് വേണം. ദ പൈലറ്റ് ഡീസലറേറ്റ് ദി എയർക്രാഫ്റ്റ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ആ പറയുന്ന സ്റ്റോപ്പ് വേ ആയിരിക്കും പൈലറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പോർഷൻ കൂടി യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗറിൽ ഉദ്ദേശിക്കുന്നത് അവർ ഈ ഒരു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ ആയപ്പോൾ മനസ്സിലായി എഞ്ചിൻ ഫെയിലിയർ ആയി, ഇനിയിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ഒക്കെ സാധാ ഒരു എയർക്രാഫ്റ്റ് ആണ്, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് ലിഫ്റ്റ് ആയി പോയേനെ. ഓക്കെ, അല്ലാത്ത കേസിൽ ഇവിടെ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോപ്പ് വേ എത്തുന്ന സമയം കൊണ്ട് അത് ഡീസലറേറ്റ് ചെയ്യണം, സ്റ്റോപ്പ് ആകണം. ഓക്കെ, അങ്ങനെ ഈ 3 കേസുമാണ് നമ്മൾ പറയുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റോപ്പ് വേയും ക്ലിയർ വേയും കാണിക്കുന്ന ഒരു ഇമേജ് ആണ്. ഇതാണ് റൺവേ എങ്കിൽ ഈ ഒരു പോർഷനെ നമ്മൾ സ്റ്റോപ്പ് വേ എന്ന് പറയുന്നു. അതിന്റെ ബാക്കി ഇങ്ങനെ ഒരു പോർഷൻ നമുക്ക് ക്ലിയർ വേ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു ബേസിക് റൺവേ ലെന്തിനെ പറ്റി പറയാനുള്ളത്. അങ്ങനെ 3 കേസസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയും ഞാൻ പറഞ്ഞു ഒരു ബേസിക് റൺവേ ലെന്ത് എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കില്ല. ആ ഒരു ഇപ്പോൾ ഒരു എന്താണ് ഇപ്പോൾ നമുക്കൊരു 90 മീറ്റർ എന്ന് കിട്ടിയെന്ന് വെച്ചോ, അതായിരിക്കില്ല ബേസിക് റൺവേ ലെന്ത് അല്ലെങ്കിൽ ഫൈനൽ റൺവേ ലെന്ത്, അതായിരിക്കില്ല. അപ്പം നമ്മൾ അതിൽ കുറച്ച് കറക്ഷൻസ് ചെയ്യേണ്ടി വരും. അപ്പം അതാണ് അടുത്തത് പറയാൻ പോകുന്നത്, കറക്ഷൻസ് ഫോർ ബേസിക് റൺവേ ലെന്ത്. 3 കറക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് കറക്ഷൻ എന്ന് പറയുന്നത് കറക്ഷൻ ഫോർ എലിവേഷൻ. ഈ പറയാൻ പോകുന്ന കറക്ഷൻസ് എല്ലാം ഈ ഓർഡറിൽ തന്നെ ചെയ്യണം. ആദ്യമേ എലിവേഷന്റെ കറക്ഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്, അടുത്തത് ടെമ്പറേച്ചറിന്റെ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ്. ഈ 3ഉം ചെയ്യേണ്ട ഓർഡറും ഈ പറയുന്നത് തന്നെയാണ്. ഓക്കെ, എലിവേഷൻ ആദ്യം ചെയ്യണം, ടെമ്പറേച്ചർ ചെയ്യണം, ലാസ്റ്റ് ആണ് ഗ്രേഡിയന്റ് ചെയ്യേണ്ടത്. അതായത് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ തെറ്റും. ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്, എലിവേഷൻ, ടെമ്പറേച്ചർ. എന്നിട്ട് അത് രണ്ടിന്റെയും കൂടെ ഒരു സമ്മ് നോക്കിയിട്ട് അത് ഓക്കെ ആണോ ചെക്ക് ചെയ്യും നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രേഡിയന്റ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കറക്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം കറക്ഷൻ ഫോർ എലിവേഷൻ പറയുന്നത് as the elevation increases the air density reduces. Okay, this in turn reduces the lift on the wings of the aircraft and the aircraft requires greater ground speed before it can rise into the air. ഓക്കെ, അപ്പൊ എന്താണ്, എലിവേഷൻ കൂടുന്തോറും എയർ ഡെൻസിറ്റി കുറയും അല്ലെ. അപ്പൊ എന്താണ് ഈ പറയുന്ന വിങ്സിന്, ആ എയർക്രാഫ്റ്റിന്റെ വിങ്സിന് മേലോട്ട് പൊങ്ങിപ്പോകാൻ അത്രയും ലിഫ്റ്റ് കിട്ടാതെ വരും. അപ്പൊ അതിനെന്തെടുക്കണം, കിട്ടണമെങ്കിൽ ഗ്രൗണ്ട് സ്പീഡ് നല്ല സ്പീഡിൽ വരണം. നല്ല സ്പീഡിൽ ഗ്രൗണ്ടിൽ കൂടെ വന്നാൽ മാത്രമേ അതനുസരിച്ച് എയറിലോട്ട് പറന്ന് പോകാൻ പറ്റത്തുള്ളൂ, ആ ലിഫ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഗ്രൗണ്ട് സ്പീഡ് അത്രയും വേണമെങ്കിൽ ഗ്രൗണ്ടിന്റെ ആ ഒരു ലെന്തും അത്രയും കൂടണ്ടേ, റൺവേയുടെ ലെന്തും അതനുസരിച്ച് കൂടണമല്ലോ. അപ്പം ടു അച്ചീവ് ഗ്രേറ്റർ സ്പീഡ് എന്താണ്, ലോങ്ങർ ലെന്ത് ഓഫ് റൺവേ വേണ്ടിവരും. അപ്പം ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ദ ബേസിക് റൺവേ ലെന്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് അറ്റ് ദി റേറ്റ് ഓഫ് 7% per
300 meter rise in elevation above the mean sea level. അപ്പം ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ബേസിക് റൺവേ ലെന്തിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. എന്തുമാത്രമാണ് ആ വാല്യൂസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അറ്റ് ദി റേറ്റ് ഓഫ് 7% പെർ 300 meter റൈസ് ഇൻ എലിവേഷൻ. ഓരോ 300 meter റൈസ് ഇൻ എലിവേഷനും 7% വരെ നമുക്ക് എന്താണ് ബേസിക് റൺവേ ലെന്ത് ഇൻക്രീസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് വൺ, കറക്ഷൻ ഫോർ എലിവേഷൻ. ഇനി അടുത്താണ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. അവിടെ നമുക്കൊരു ഇക്വേഷൻ വേണ്ടി വരും, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ. അതെന്ന് വെച്ചാൽ TA പ്ലസ് TM മൈനസ് TA/3. അതിൽ TA എന്ന് പറയുന്നത് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ, TM എന്ന് പറയുന്നത് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ. അപ്പം പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഇതിന്റെ പ്രോബ്ലം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം നോക്കാം. അപ്പോൾ ഈ പറയുന്ന TA-യും TM ഒക്കെ മിക്കവാറും ക്വസ്റ്റ്യൻ തരും. ഓക്കെ, TA ആവറേജും TM മാക്സിമം ഡെയിലി ടെമ്പറേച്ചറുമാണ്. ഓക്കെ, അപ്പോൾ ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ദി ബേസിക് റൺവേ ലെന്ത് ആഫ്റ്റർ ഹാവ് ബീൻ കറക്റ്റഡ് ഫോർ എലിവേഷൻ. എലിവേഷന് വേണ്ടി കറക്റ്റ് ചെയ്തല്ലോ, അപ്പോൾ അവിടെ ഒരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂവിനെ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഇനി അതിന്റെ ബാക്കിയായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആഫ്റ്റർ ഹാവ് ബീൻ കറക്റ്റഡ് ഫോർ എലിവേഷൻ ഷുഡ് ബി ഫർദർ ഇൻക്രീസ്ഡ് അറ്റ് ദി റേറ്റ് 1% ഫോർ എവറി 1 degree റൈസ് ഓഫ് എയർ റെഫറൻസ് ടെമ്പറേച്ചർ എബവ് ദി സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറ്റ് ദി എലിവേഷൻ. ഓക്കെ, എന്താണ് ഈ തൊട്ട് മുന്നേ കിട്ടിയ കറക്റ്റഡ് എലിവേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു റൺവേ ലെന്തുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യേണ്ടത് ഓരോ 1 degree റൈസ് ഇൻ ടെമ്പറേച്ചറിനും 1% വെച്ചിട്ട് നമുക്ക് എന്തെടുക്കണം, ഈ പറയുന്ന റൺവേ ലെന്ത് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. മറ്റേത് 7% പെർ 300 meter ആയിരുന്നു. ഇവിടെ ഓരോ 1 degree റൈസ് ഇൻ ടെമ്പറേച്ചറിനും 1% വെച്ച് നമുക്ക് ആ പറയുന്ന ലെന്തിനെ ഇൻക്രീസ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കണം, ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ ടോട്ടൽ കറക്ഷൻ ഫോർ ദി എലിവേഷൻ പ്ലസ് ടെമ്പറേച്ചറിൻ്റെയും കൂടെ ടോട്ടൽ കറക്ഷൻ ചെക്ക് ചെയ്യണം. അത് എപ്പോഴും പറയുന്നത് വിത്തിൻ 35% ആയിരിക്കണം എന്നാണ്. ഓക്കെ, ദ ICAO ഫർദർ റെക്കമെൻഡ്സ് ദാറ്റ് ഇഫ് ടോട്ടൽ കറക്ഷൻ എക്സീഡ് 35% ഓഫ് ദി ബേസിക് റൺവേ ലെന്ത്. ഓക്കെ, പിന്നെ നമ്മുടെ ബേസിക് റൺവേ ലെന്ത് കൈ കാണുമല്ലോ, അതും നമുക്ക് ലാസ്റ്റ് ഈ രണ്ട് കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് 35% കൂടുവാണെങ്കിൽ ദീസ് കറക്ഷൻ ഷുഡ് ബി ഫർദർ ചെക്ക്. ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടി വരും നമ്മൾ ചെയ്തെല്ലാം കറക്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട്. ബൈ കണ്ടക്ടിങ് സ്പെസിഫിക് സ്റ്റഡീസ് അറ്റ് ദി സൈറ്റ് ബൈ മോഡൽ ടെസ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ സ്പെസിഫിക് സ്റ്റഡി ഒക്കെ നടത്തേണ്ടി വരും. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് പറയാം. ഓക്കെ, അപ്പോൾ മാക്സിമം 35% ആയിരിക്കണം ആണ് ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത കറക്ഷനാണ് കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ്. ഈ രണ്ട് കറക്ഷനും ചെക്കും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ്. അപ്പോൾ എഫക്റ്റീവ് ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ ആണ് മാക്സിമം ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ ദി ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെന്ത് ഓഫ് ദി റൺവേ. ഓക്കെ, ഒരു റൺവേ എടുത്താൽ അത് ചിലപ്പോൾ ചെറിയ ഫുൾ എപ്പോഴും ലെവൽഡ് ഗ്രൗണ്ട് ആയിരിക്കും, ഇല്ല, ചെറിയ ഒരു അണ്ടുലേഷൻസ് കാണും. അപ്പോൾ അവിടുത്തെ ഹയസ്റ്റ് പോയിന്റും ലോവസ്റ്റ് പോയിന്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ റൺവേ ലെന്ത്, ഇതുവരെ കിട്ടിയ ടോട്ടൽ റൺവേ ലെന്ത് ഉണ്ടല്ലോ, അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ എഫക്റ്റീവ് ഗ്രേഡിയന്റ് കിട്ടും. ഓക്കെ, ദ സ്റ്റീപ്പർ ഗ്രേഡിയന്റ് റിസൾട്ട്സ് ഇൻ ഗ്രേറ്റർ കൺസപ്ഷൻ ഓഫ് എനർജി ആൻഡ് as such ലോങ്ങർ ലെന്ത് ഓഫ് റൺവേ is required to attain the required ground speed. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഗ്രേഡിയന്റ് സ്റ്റീപ്പർ ആകും തോറും അതിനനുസരിച്ച് എനർജി വേണ്ടി വരും, അപ്പോൾ അതിനനുസരിച്ച് ലോങ് ലെന്ത് ഓഫ് റൺവേ വേണ്ടി വരും, എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് ഗ്രൗണ്ട് സ്പീഡ് കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ICAO പ്രത്യേകിച്ച് ഇതിന് വേറെ റെക്കമെൻഡേഷൻ തന്നിട്ടില്ല. FAA, ഓക്കെ, ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ that the runway length after being corrected for elevation and temperature കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും should be further increased at the rate of 20% for every 1% of effective gradient. ഓരോ 1% of effective gradientനും 20% വെച്ച് നമുക്ക് എന്താണ് റൺവേ ലെന്തിനെ ഇൻക്രീസ് ചെയ്യിക്കാം എന്നാണ് FAA എന്ന അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ മൂന്നെണ്ണമാണ് എന്ത് കറക്ഷൻസ് ഫോർ ബേസിക് റൺവേ ലെന്ത്. ആദ്യം എലിവേഷൻ ചെയ്യണം, ടെമ്പറേച്ചർ ചെയ്യണം, അതിനൊന്ന് ചെക്ക് ചെയ്യണം, ലാസ്റ്റ് ഗ്രേഡിയന്റിന്റെ ഈ പറയുന്ന കറക്ഷനോട് ചെയ്യണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആണ്. ആ പറയുന്ന വാല്യൂസ് എല്ലാം നോക്കി വെക്കുക കേട്ടോ. 7% പെർ 300 meter, പിന്നെ 1% ഫോർ എവറി 1 degree റൈസ്, പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ 20% ഫോർ 1% ഓഫ് എഫക്റ്റീവ് ഗ്രേഡിയന്റ്. ഓക്കെ, ആ വാല്യൂസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനിയും നമ്മൾ മൂവിങ് ഓൺ ടു റൺവേ ഡിസൈൻ ജോമെട്രിക് എലമെന്റ്സിനെ പറ്റി പറയാൻ പോവാണ്. നമ്മൾ ടാക്സിവേയുടെ ഡിസൈൻ എലമെന്റ്സിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം അതിന് മുന്നേ ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന റൺവേയുടെ ജോമെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പം നമുക്ക് എയർപോർട്ടിനെ മെയിൻലി 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ റൺവേ ലെന്ത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ടൈപ്പ് A എന്ന് പറയുന്നത് അതിന് മിനിമം 2100 meter എങ്കിലും ലെന്ത് വേണം.
ബി ടൈപ്പിന് മാക്സിമം ഇത്രയും, മിനിമം ഈ വാല്യൂ എങ്കിലും വേണം. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് എയർപോർട്ടിന്റെ ലെന്തും വിത്തും ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയന്റിന്റെ വാല്യൂസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. ICAO ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിൻലി 5 ടൈപ്പ് ഉണ്ട്. A to E എന്നൊരു ടൈപ്പ് വരെ എയർപോർട്ട് ടൈപ്സ് പറയുന്നുണ്ട്, ബേസ്ഡ് ഓൺ റൺവേ ലെന്തും വിത്തും വെച്ചിട്ട്. അപ്പം റൺവേ ജോമെട്രിക് ഡിസൈനിലോട്ട് വരുവാണെങ്കിൽ ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന വേരിയസ് ജോമെട്രിക് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്, ഒന്ന് റൺവേ ലെന്ത്, വിത്ത് ആൻഡ് ലെന്ത് ഓഫ് സേഫ്റ്റി ഏരിയ, ട്രാൻസ്വേഴ്സ് ഗ്രേഡിയന്റ്, ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് എഫക്റ്റീവ് ഗ്രേഡിയന്റ്, സൈറ്റ് ഡിസ്റ്റൻസ്, റൺവേ ഷോൾഡറിനെ പറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയന്റ്. ഇത്രയാണ് ഈ പറയുന്ന ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ജോമെട്രിക് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ റൺവേ ലെന്തിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ടല്ലോ ആ ടേബിളിൽ. ICAO എന്താണ് ബേസിക് റൺവേ ലെന്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇത്ര ആയിരിക്കണം ഓരോ ടൈപ്പ് ഓഫ് എയർപോർട്ടിനും എന്നുള്ളത്. ഈ പറയുന്ന ആക്ച്വൽ എന്താണ് ലെന്ത് ഓഫ് റൺവേ കിട്ടുന്നത് നമ്മൾ അവിടുത്തെ എലിവേഷന്റെയും ടെമ്പറേച്ചറിന്റെയും ഗ്രേഡിയന്റിന്റെയും കറക്ഷൻസ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും. ഓക്കെ, ഇനി റൺവേ വിത്തിനെ പറ്റി പറഞ്ഞാലും അതും ICAO റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 18 മീറ്റർ തൊട്ട് 45 മീറ്റർ വരെയൊക്കെ അത് വേരി ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർപോർട്ട്. ജെറ്റ് എയർക്രാഫ്റ്റിനൊക്കെ ആണെങ്കിൽ മിനിമം റൺവേയുടെ വിത്ത് 45 മീറ്റർ എങ്കിലും ആയിരിക്കണം. ഇനി മൂവിങ് ഓൺ ടു സേഫ്റ്റി ഏരിയ. ഓക്കെ, അതിനെപ്പറ്റി പറഞ്ഞാൽ അവിടുത്തെ വിത്തും ലെന്തും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ റൺവേ സേഫ്റ്റി ഏരിയ എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് ദി ക്ലിയർഡ് graded area in the airport consist of runway and the shoulder on either side of the runway. ഓക്കെ, അപ്പം എന്താണ് റൺവേ സേഫ്റ്റി ഏരിയ എന്ന് പറയുന്നത്? നമ്മുടെ ഈ റൺവേ ഉണ്ടല്ലോ, പ്ലസ് അതിന്റെ ഐദർ സൈഡിലും അപ്പുറോ ഇപ്പുറോ ആയിട്ട് ഷോൾഡർ പോർഷൻ നമ്മൾ കൊടുക്കും. ഓക്കെ, ഈ റൺവേയുടെ ടോട്ടൽ ആ ഒരു പോർഷനും പിന്നെ അതിന്റെ ഇപ്പുറോ ആയിട്ട് നമ്മൾ ഷോൾഡർ ഏരിയയും കൂടി, ഇതെല്ലാം കൂടുന്നതാണ് റൺവേ സേഫ്റ്റി ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും പേവ്ഡ് ആയിരിക്കണം എന്നില്ല, അത് അൺപേവ്ഡ് ആയിരിക്കും. കാര്യം അത് എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സേഫ്റ്റി ഏരിയയുടെ വാല്യൂസ് ഒക്കെയാണ്. നോൺ ഇൻസ്ട്രുമെന്റൽ റൺവേ ആണെങ്കിൽ എന്ന് വെച്ചാൽ A, B, C ആൻഡ് 3 ഈ പറയുന്ന 5 ടൈപ്പ് ഓഫ് എയർപോർട്ടിലും എന്താണ് അതിന്റെ A and B, Cയിൽ വിത്ത് എന്ന് പറയുന്നത് സേഫ്റ്റി ഏരിയയുടെ 150 മീറ്ററും D and Eയിൽ 78 മീറ്ററുമാണ് കൊടുക്കേണ്ടത്. ഇൻസ്ട്രുമെന്റൽ റൺവേയിൽ ഈ 5 ടൈപ്പിലും മിനിമം വിത്ത് 300 മീറ്റർ ആയിരിക്കണം. ഓക്കെ, ഇനി നോൺ ഇൻസ്ട്രുമെന്റൽ റൺവേയും ഇൻസ്ട്രുമെന്റൽ റൺവേ എന്താണെന്ന് അറിയാവോ? നോൺ ഇൻസ്ട്രുമെന്റൽ റൺവേ എന്ന് പറയുന്നത് അവിടെ ലാൻഡ് ചെയ്യാൻ വരുന്ന ഒരു എയർക്രാഫ്റ്റിന് ഉള്ള എന്താണ് ഓക്കെ ലാൻഡ് ചെയ്യാം എന്നറിയുന്നത് അയാൾ വിഷ്വൽ അപ്രോച്ച് വെച്ചിട്ടാണ്. അയാൾ നോക്കി ഇതാണ് റൺവേ എന്നൊക്കെ അയാൾ കണ്ട് മനസ്സിലാക്കിയാണ് അവിടെ ആള് ലാൻഡ് ചെയ്യുന്നത്. അതാണ് നോൺ ഇൻസ്ട്രുമെന്റൽ. വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല ലാൻഡ് ചെയ്യാൻ കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇൻസ്ട്രുമെന്റൽ റൺവേ എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടി കുറച്ച് ഇൻസ്ട്രുമെന്റ്സും അപ്രോച്ച് കാണാൻ വേണ്ടി നാവിഗേഷൻ എയ്ഡ്സ് കാണും. ഓക്കെ, അതാണ് ആ പറയുന്ന നോൺ ഇൻസ്ട്രുമെന്റലും ഇൻസ്ട്രുമെന്റലും. ഇനി ലെന്തിനെ പറ്റി പറഞ്ഞു, ഇപ്പൊ നമ്മൾ വിട്ടേ പറഞ്ഞുള്ളൂ. ലെന്തിനെ പറ്റി പറഞ്ഞാൽ ആ സേഫ്റ്റി ഏരിയയുടെ ലെന്ത് എന്ന് പറയുന്നത് ഇത്രയും ഒരു ലെന്ത്, റൺവേക്ക് ശരിക്കുള്ള ലെന്ത് കാണും, പ്ലസ് അപ്പുറം ഇപ്പുറം ഉണ്ടല്ലോ കേട്ടോ. ഈ പോർഷൻ എന്ന് പറയുന്നത് ഈ മാർക്കിംഗ് തെറ്റാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് 60 മീറ്റർ കേട്ടോ, ഇതേപോലെ തന്നെയാണ്. ഇവിടുന്ന് റൺവേയുടെ ആ പോർഷൻ കഴിഞ്ഞ് അങ്ങോട്ടൊരു 60 മീറ്റർ എന്നാണ് കാണിക്കേണ്ടത്. ഇതിൽ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയതാണ്. അപ്പം ടോട്ടൽ ലെന്ത് ഓഫ് സേഫ്റ്റി ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു ലെന്ത് ഓഫ് ദി റൺവേ കാണും, പ്ലസ് അപ്പുറം ഇപ്പുറം ഉള്ള 120 മീറ്റർ എന്ന് വെച്ചാൽ 60 120 മീറ്റർ ആയിരിക്കും ലെന്ത് എന്ന് പറയുന്നത് സേഫ്റ്റി ഏരിയയുടെ. അടുത്തതാണ് ട്രാൻസ്വേഴ്സ് ഗ്രേഡിയന്റ്. ട്രാൻസ്വേഴ്സ് ഗ്രേഡിയന്റിനെ എപ്പോഴും നമുക്കറിയാം, നമ്മൾ റോഡിലാണേലും എവിടെ ആണെങ്കിലും ട്രാൻസ്വേഴ്സ് ഗ്രേഡിയന്റിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഡ്രെയിനേജ് ഓഫ് സർഫസ് വാട്ടർ ആണ്. ഓക്കെ, അപ്പം സർഫസ് വാട്ടർ ശരിക്കും ഡ്രെയിൻ ആയി പോയില്ലെങ്കിൽ റൺവേയുടെ ഐദർ സൈഡിലും അതിങ്ങനെ കെട്ടിക്കിടക്കും. പിന്നെ എയർക്രാഫ്റ്റിന് അത് ഹസാർഡസ് ആയിരിക്കും. ഓക്കെ, അപ്പം ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ട്രാൻസ്വേഴ്സ് ഗ്രേഡിയന്റ് ഓഫ് റൺവേ പേയ്മെന്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് 1.5% ഫോർ A, B and C ടൈപ്പ് ഓഫ് എയർപോർട്ട്. അതേപോലെ തന്നെ D and E ടൈപ്സ് ആണെങ്കിൽ അവിടെ 2% കൂടാൻ പാടില്ല. പിന്നെ ഇത് ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ട്രാൻസ്വേഴ്സ് ഗ്രേഡിയന്റിന്റെ. ഇത് ഒരു റൺവേ ആണെങ്കിൽ മേളത്തെ പോർഷൻ ഒരു എന്താണ് ലെവലായിട്ടിരിക്കുന്നത് റൺവേ, അപ്പുറം ഇപ്പുറം ഷോൾഡർ ഉണ്ട്. ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ 1.5% ആയിരിക്കും. പിന്നെ അങ്ങോട്ട് ചെല്ലുന്തോറും ആ ഒരു ഡിഗ്രി ആ ഒരു പെർസെൻറ്റേജ് കൂടി വരും, ആ ഒരു സ്ലോപ്പിന്റെ പെർസെൻറ്റേജ്. ഓക്കെ, മൂവിങ് ഓൺ ടു ലോഞ്ചിറ്റ്യൂണൽ അല്ലെങ്കിൽ എഫക്റ്റീവ് ഗ്രേഡിനെ പറ്റി പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയന്റ് ഓഫ് റൺവേ ഇൻക്രീസസ് ദി റിക്വേർഡ് ബേസിക് റൺവേ ലെന്ത് കൂട്ടും. ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ റൺവേയുടെ ലെന്തിൽ ചെറിയൊരു മാറ്റം വരും. ഓക്കെ, അപ്പോൾ ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ്
എ ബി ആൻഡ് സി ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയൻറ്റ് 1.5%, എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് അവിടുത്തെ 1% ആണ്. ഡി ആൻഡ് ഡിയിൽ 2% തന്നെയായിരിക്കും. ഓക്കെ, ഇനിയും അടുത്ത ജോമെട്രിക് സ്റ്റാൻഡേർഡ് ആണ് സൈറ്റ് ഡിസ്റ്റൻസ്. സൈറ്റ് ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ റോഡിൻ്റെ ഹൈവേയിൽ തന്നെ പറഞ്ഞിരുന്നു. എന്താണ് ആ ഒരു ഡ്രൈവറിന് വിസിബിൾ ആയിട്ടിരിക്കുന്ന റോഡിൽ എന്തുമാത്രം ലെന്ത് വിസിബിൾ ആണ്, അതാണല്ലോ സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ നമ്മുടെ എയർപോർട്ടിൻ്റെ കേസിൽ അത് വരുമ്പം 2 റൺവേകൾ ഇൻ്റർസെക്ട് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു റൺവേയും ഒരു ടാക്സി വേയും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോർഷനിലൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സൈഡ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ കൊളീഷൻ ഓഫ് എയർക്രാഫ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് പറയുന്നത് ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എ ബി ആൻഡ് സി ടൈപ്പ് ഓഫ് എയർപോർട്ടിൽ any 2 points 3 meter above the surface of runway should be mutually visible from a distance equal to half the runway length. ഓക്കെ, അപ്പോൾ ഒരു 3 meter ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു പോയിന്റിനെ നമ്മൾ റൺവേയുടെ ഹാഫ് ദി ലെന്തിൽ നിന്ന് നോക്കിയാൽ പോലും അത് കാണണം. അതാണ് ICAO റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എ ബി ആൻഡ് സി ടൈപ്പ് ഓഫ് എയർപോർട്ടിൽ. ഇനി ഡി ആൻഡ് ഇ ടൈപ്പ് ഓഫ് എയർപോർട്ടിൽ പറയുന്നത് ദർ ഷുഡ് ബി അൺഒബ്സ്ട്രക്റ്റഡ് ലൈൻ ഓഫ് സൈറ്റ് ഫ്രം എനി പോയിന്റ് 3 meter above the runway. ഒരു 3 meter മേളിൽ നിന്ന് നോക്കിയാൽ എന്ത് നമുക്ക് അൺഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പം അതിനനുസരിച്ച് സൈഡ് ഡിസ്റ്റൻസ് അവിടെ കൊടുത്തിരിക്കണം. ആൻഡ് ടു ഓൾ അതർ പോയിന്റ് 2.1 meter above റൺവേ വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് ഹാഫ് ദി ലെങ്ത് ഓഫ് റൺവേ. അതും പറഞ്ഞിരിക്കുന്നത് ഒരു ടോട്ടൽ ലെന്ത് എടുത്താൽ അതിന് പകുതി ഡിസ്റ്റൻസിൽ നിന്ന് റൺവേയുടെ പകുതി ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിയാലും ആ പറയുന്ന 2.1 meter above റൺവേയിലുള്ള ഓബ്ജക്റ്റിനെ വിസിബിൾ ആയിരിക്കണം. അതാണ് ഈ ഡി ആൻഡ് ഇ ടൈപ്പ് ഓഫ് എയർപോർട്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് റോഡ് വേ വിസിബിൾ ടു ദി ഡ്രൈവർ ആണ്. അത് ഓരോ ടൈപ്പ് ഓഫ് എയർപോർട്ടിലും അതിന് ആ ഒരു വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ട്. ഫൈനൽ ആയിട്ട് പറയുന്നത് റൺവേ ഷോൾഡർ എന്നൊരു പോർഷനാണ്. അപ്പോൾ റൺവേ ഷോൾഡർ നമുക്കറിയാം, റൺവേയുടെ വിഡ്ത്ത് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 60 meter ആണെങ്കിൽ നമ്മൾക്ക് അതിനെ ആ ഒരു മൊത്തത്തിലുള്ള വിഡ്ത്തിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഐദർ സൈഡിലായിട്ട് നമ്മൾ ഈ പറയുന്ന ഷോൾഡർ ഏരിയ കൊടുക്കും. ഓക്കെ, പിന്നെ ട്രാൻസ്ഫേഴ്സ് സ്ലോപ്പ് ഓഫ് ദി ഷോൾഡർ എന്ന് പറയുന്നത് 2.5%-ലും കൂടാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയൻറ്റ്. ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയൻറ്റ് എന്താ നമ്മൾ പറഞ്ഞു, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ പറ്റിയാണ് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗ്രേഡിയൻറ്റ് ഷുഡ് ബി 0.1 to 0.4% per 30 meter ആയിരിക്കണം. ഓക്കെ, ഓരോ 30 meterനും ഇത്രയും പെർസെൻറ്റേജിലെ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാകാൻ പാടുള്ളൂ. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ക്ലാസ് ഓഫ് എയർപോർട്ട്, ഏത് ടൈപ്പ് ഓഫ് എയർപോർട്ട് ആണെന്നനുസരിച്ചായിരിക്കും ഈ ഒരു വാല്യൂവിലുള്ള ഡിഫറൻസ് വരുന്നത്. The sudden or abrupt change of longitudinal gradient എന്തായിരിക്കും is undesirable because എന്താവും it may restrict the height distance and may cause premature lift of the aircraft during take off operation. ഓക്കെ, ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അപ്പം അവർ ഉദ്ദേശിക്കുന്ന പോയിന്റിന് മുന്നേ ചിലപ്പം ടേക്ക് ഓഫ് ലിഫ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയന്റിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. അപ്പം ഇത് ചിലപ്പോൾ ഒരു ലെവലായിട്ടിരിക്കുന്ന സർഫസ് ആയിരിക്കും, പക്ഷെ അവിടുത്തെ ആ ഒരു ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയന്റിന് വരുന്ന ചേഞ്ച് കാരണം ഗ്രേഡ് ഇങ്ങനെ വന്നു, പിന്നെ ഒരു കേവ് പോലെ വന്നു, പിന്നെ കുറഞ്ഞു. അങ്ങനെ ഒരു സർഫസിൽ ഒരു പ്രശ്നം, ഒരു ഗ്രേഡിയൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഹൈറ്റ് റെസ്ട്രിക്റ്റ് ആവുകയും പ്രീമെച്വർ ലിഫ്റ്റിന് കാരണമാവുകയും ചെയ്യും. ഓക്കെ, ഇതിലിപ്പം ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രേഡിൽ വരുന്നു, അടുത്ത ഗ്രേഡ് കുറഞ്ഞ ഗ്രേഡാണ്. അപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കൽ കേവ് ഉണ്ടാവുന്നു. ഈ വെർട്ടിക്കൽ കേവ് അതിൻ്റെ ലെന്താണ് L1 L2 കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ബേസിക് ജോമെട്രിക് സ്റ്റാൻഡേർഡ്സ് ഓഫ് റൺവേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എക്സാമിന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ജോമെട്രിക് സ്റ്റാൻഡേർഡ്സ് ഓഫ് റൺവേ ഡിസൈൻ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 8 എണ്ണം വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. കറക്ഷൻ ബേസിക് റൺവേയിൽ എന്തിൻ്റെ വല്ല പ്രോബ്ലമോ അല്ലെങ്കിൽ കറക്ഷൻ ഫോർ ബേസിക് റൺവേയിൽ എന്ന് വെച്ചാൽ ആ എലിവേഷനും ടെമ്പറേച്ചറിൻ്റെയും ഗ്രേഡിയൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ എഴുതണം. ഓക്കെ, പിന്നെ ബേസിക് റൺവേയിൽ എന്താണ് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ആദ്യത്തെ നമ്മൾ ആ നോർമൽ ലാൻഡിങ് കേസും ടേക്ക് ഓഫ് കേസും എഞ്ചിൻ ഫെയിലിയർ കേസുമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക.